അപ്പൊ വലിയ രോഗങ്ങൾ വരാതിരിക്കാൻ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഒരു അസുഖവും കൊടുക്കൂല, പരീക്ഷണം കൊടുക്കൂല. മാരകമായ രോഗം കൊടുത്തവരെ കഷ്ടത്തിലാക്കൂല, അവരെ ബേജാറിലാക്കൂല. അതുകൊണ്ട് പെങ്ങളെ, സഹോദരങ്ങളെ, ഏതായാലും എഴുന്നേൽക്കണമല്ലോ. ഒരു 10 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അത് കഴിഞ്ഞാ പിന്നെ സുബഹി നിസ്കാരമാണ്. സുബഹി നിസ്കാരം മുടങ്ങിയ ഒരു വീടിന്റെ ബറക്കത്തില്ല. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തിന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മത്തിന്റെ പ്രഭാതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കണവർക്കല്ല, ഉണർന്ന് സുബഹി നിസ്കരിച്ച് ദിക്റൊക്കെ ചൊല്ലി ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് സന്തോഷമായിട്ട് വർത്താനം പറയുന്ന ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബ, ഉസ്താദുമാര്, മഅ്മൂമ്, നാട്ടുകാര്, അവർക്ക് അല്ലാഹുവെ ബറക്കത്ത് ചെയ്യണമെന്നാണ്. പ്രഭാതത്തിൽ വലിയ ബറക്കത്താണ്. സുബഹിക്കുമ്പോഴുള്ള സമയം, സുബഹിയുടെ സമയം ഭയങ്കര, എന്ത് ചെയ്താലും ഭയങ്കര ബറക്കത്താണ്. നിങ്ങൾ നടന്നു നോക്ക്, നിങ്ങൾ സംസാരിച്ചു നോക്ക്. ഞാൻ ഇതുവരെ എഴുതിയ ഒരു 99% മദ്ഹ് പാട്ടും അൽഹംദുലില്ലാഹ് സൂര്യോദയത്തിന് മുമ്പ് എഴുതിയതാണ്. 99%. കുട്ടികൾ ഏറ്റെടുത്ത് ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം എഴുതിയിരിക്കുന്നത് സുബഹിക്ക് ശേഷമുള്ള സൂര്യോദയത്തിന് മുമ്പുള്ള സമയം, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്. അത്ര ബറക്കത്താണ്. എന്ത് കിതാബ് പഠിക്കാനാണെങ്കിൽ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, SSLCക്ക് കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക് പാഠം ഓർമ്മശക്തിയോടുകൂടി നിൽക്കാൻ ഏറ്റവും ടോപ്പ് സമയം. പാതിരാത്രി വരെ ഇരുന്ന് പഠിച്ച് പിന്നെ 9 മണിക്ക് എഴുന്നേറ്റ് പരീക്ഷയ്ക്ക് പോയാൽ ആ പരീക്ഷ പൊട്ടും. നേരത്തെ കിടന്നുറങ്ങണം പരീക്ഷയുടെ തലേ ദിവസം. അങ്ങനെ എന്നിട്ട് നേരത്തെ എഴുന്നേക്കണം. 4 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാം. ഒരു കാലത്തും മറക്കൂല നിങ്ങൾ. ആ പരീക്ഷ തന്നെ വളരെ ബെറ്റർ പരീക്ഷ. നിങ്ങൾ നോക്ക്, ഇന്റർവ്യൂവിന് പോകുന്ന ഒരാള് നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യും. എന്ത് വിഷയത്തിനും ആ സമയത്ത് ദുആ എത്ര ബലവത്താണ്. രോഗം വന്നു, കച്ചവടം നടക്കണം, കല്യാണത്തിന്റെ ആലോചന വന്നു, സുബഹിക്ക് മുമ്പുള്ള സമയത്തെ ദുആ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. തള്ളിക്കളയാത്ത ഇജാബത്തിന്റെ സമയമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ഘോഷയാത്ര നടത്തുന്ന സമയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പറയുന്ന ദിക്റുകളൊക്കെ നിങ്ങൾക്കറിയാം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ്